ഐ എം ദീപ എസ് പണിക്കർ. ഇതെൻ്റെ സഹദേവൻ, എൻ്റെ അച്ഛൻ. സഹദേവ മന്ദിരമാണ് എൻ്റെ ഇത്. ദീപ കാണാമല്ലോ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എല്ലാം. ഓക്കെ, ഇതാണ് തെളിവ്. എൻ്റെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കണ്ടല്ലോ. ഇവന്മാർ എന്നെ കൊല്ലാൻ നടക്കുക. എനിക്കേതോ അങ്ങ് 80 വയസ്സായതുപോലെ ഇവന്മാരുടെ നടപ്പ്. 80 വയസ്സുള്ള കിളവികളൊക്കെ ഞാനായിട്ടൊക്കെ അഭിനയിക്കുക. എങ്ങാണ്ട് ബാസ്റ്റേഡ്സൊക്കെ. ഇതാണ് എൻ്റെ 10th സർട്ടിഫിക്കറ്റ്. യു ക്യാൻ സി ഈ ഫിസിക്സിനും കെമിസ്ട്രിക്കുമാണ് മാർക്ക് കൂടുതൽ 50 കേട്ടോ. ഫിസിക്സിനും കെമിസ്ട്രിക്കും, പിന്നെ മാത്തമാറ്റിക്സ്, പിന്നെ സോഷ്യൽ സയൻസ്, പിന്നെ ഇംഗ്ലീഷിനും മലയാളവും. ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. മനസ്സിലായല്ലോ. തേർഡ് ലാംഗ്വേജ് ഹിന്ദി. ഇതാണ് എൻ്റെ മാർക്ക്. ഓക്കെ, ഏത് ഇയറാ പാസ്സായതെന്ന് അറിയാമല്ലോ. 93. നിങ്ങളിനി അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇതെല്ലാം കറക്റ്റാണോ എന്ന്. 93-ലാണ് ഞാൻ 10th പാസ്സായത്. ഓക്കെ, 1993 മാർച്ച്. നിങ്ങൾക്ക് സ്കൂളിൽ ചെന്ന് തിരക്കാം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, പാസ്സായതും എല്ലാം കൂടെ കേട്ടോ. 80 വയസ്സുള്ള മുതുക്കികളൊക്കെ ഞാനായിട്ടങ്ങ് അഭിനയിച്ചങ്ങ് തറക്കുക, കുറേ തെമ്മാടികളെല്ലാം. തേർഡ് റേറ്റ് ക്രിമിനൽസ്, ഒന്നും പഠിച്ച് പാസ്സാവാത്ത ക്രിമിനലൊക്കെ. ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ നടക്കുന്നത്, ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ ലൂട്ട് ചെയ്ത് കണ്ടവരുടെയൊക്കെ വെച്ച് പീഡിപ്പിച്ച് ജീവിക്കുന്ന തെണ്ടി പീഡനക്കാർ എങ്ങാണ്ട് കെട്ട കേടുമ്പെല്ലാം. ഇതെൻ്റെ COP, ബാർ കൗൺസിൽ ഓഫ് കേരളയിൽ നിന്ന് കിട്ടിയതാണിത് കേട്ടല്ലോ. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, ദീപ എസ് പണിക്കർ ഇത് കേട്ടാ. ഓക്കെ, കായംകുളത്താണ് എൻ്റെ പ്ലേസ് ഓഫ് പ്രാക്ടീസ്. അവിടെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഇവരൊന്നും അച്ഛൻ സമ്പാദിച്ച സ്ഥലമൊന്നുമല്ല കായംകുളം.